ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ കറി ശീലാവ് കറിയാണ്. ശീലാവ് ഇങ്ങനെയും കറി വെക്കാം. തേങ്ങ അരച്ച് ഉള്ള കറിയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് ഒരു നുള്ള് ഉലുവ, ഇടണം. ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. അത് പൊട്ടിയ ഉടനെ നമ്മുടെ അതൊരുമാതിരി ചുമന്ന് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് ഇടുക. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഒരു കുഞ്ഞ് സ്പൂണിന് സ്പൂണിട്ട്. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ച് മതി. നമ്മുടെ തേങ്ങ ഒഴിക്കുവാണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ശകലം പുളി ഇടണം. കുടംപുളി കുറച്ച് മതി. നല്ല പുളിയുള്ള കുടംപുളിയാണ്. അത് കഴിഞ്ഞ് ലേശം കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ ഇട്ട് ശകലം കൂടി ഇട്ട് ഇനി തിളയ്ക്കുമ്പോൾ നമ്മൾ മീനങ്ങിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മീനൊന്ന് വേകണം. ഇതൊന്ന് തിളയ്ക്കട്ടെ. ചാറ് കറിയുടെ അരപ്പ് തിളച്ച് കേട്ടോ. തിളച്ചിന് നമുക്ക് മീനങ്ങോട്ടിടാം. തെറിക്കുമോ? അങ്ങനെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് സമയമെടുക്കാം. പിന്നെ ആ സമയം കൊണ്ട് എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കല്ലേ. ഇത് വെന്തിട്ട് നമുക്ക് വരാവേ. ഒന്ന് നോക്കാം. നമ്മുടെ കറി തിളച്ച് റെഡിയായി. ഒരു ശകല ഉലുവാപ്പൊടി ഇങ്ങനെ വെതറിയ ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ, ഉലുവാപ്പൊടിയാണ്. ഒരു ടേസ്റ്റ് കിട്ടും, നല്ലതാണ്. പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടി ഇടുവാണ്. സൂപ്പറാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ബായ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഉച്ചഭക്ഷണത്തിൻ്റെ കറി ശീലാവ് കറിയാണ്. ശീലാവ് ഇങ്ങനെയും കറി വെക്കാം. തേങ്ങ അരച്ച് ഉള്ള കറിയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് ഒരു നുള്ള് ഉലുവ, ചൂടായിട്ട് ഒരു നുള്ള് ഉലുവ, ഒരു നുള്ള് ഉലുവ ഇടണം. ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. അത് പൊട്ടിയ ഉടനെ നമ്മുടെ അതൊരുമാതിരി ചുമന്ന് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് ഇടുക. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടാം.
ആവശ്യത്തിന് ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട്. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ച് മതി. നമ്മുടെ തേങ്ങ ഒഴിക്കുവാണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ശകലം പുളി ഇടണം. കുടംപുളി കുറച്ച് മതി. നല്ല പുളിയുള്ള കുടംപുളിയാണ്. അത് കഴിഞ്ഞ് ലേശം കുറച്ചുപ്പ് ഒരു സ്പൂൺ ഇട്ട് ശകലം കൂടി ഇട്ട് ഇനി തിളയ്ക്കുമ്പോൾ നമ്മൾ മീനങ്ങിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മീനൊന്ന് വേകണം. ഇതൊന്ന് തിളയ്ക്കട്ടെ. ചാറ് കറിയുടെ അരപ്പ് തിളച്ചു കേട്ടോ. തിളച്ചിന് നമുക്ക് മീൻ അങ്ങോട്ടിടാം. തെറിക്കുമോ? അങ്ങനെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് സമയമെടുക്കാം. പിന്നെ ആ സമയം കൊണ്ട് എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കല്ലേ. ഇത് വെന്തിട്ട് നമുക്ക് വരാവേ. ഒന്ന് നോക്കാം. നമ്മുടെ കറി തിളച്ച് റെഡിയായി. ഒരു ശകല ഉലുവാപ്പൊടി ഇങ്ങനെ വെതറിയ ശേഷം പിന്നെ നമുക്ക് വാങ്ങി വെക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഉലുവാപ്പൊടിയാണേ. ഒരു ടേസ്റ്റ് കിട്ടും, നല്ലതാണ്. പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടി ഇടുവാണേ, സൂപ്പറാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ബായ്.